ലെമൺ ആൻഡ് സ്പൂൺ ഗെയിമിന് വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നിങ്ങളും വരുമോ എന്റെ കൂടെ? നമുക്ക് ഒരുമിച്ച് പോകാം. ഇവനെന്താ ഇവിടെ ഇരിക്കുന്നത്? മാജിക് പെൻസിൽ എന്തിനാ ഇപ്പോൾ ലെറ്റർ എല്ലിന്റെ മുകളിൽ ഇരിക്കുന്നത്? ഓ യെസ്, നമുക്കിനി പഠിക്കാനുള്ളത് ലെറ്റർ എൽ ആണ്. മാജിക് പെൻസിൽ നമ്മളെ അത് ഓർമ്മപ്പെടുത്തിയതാണ്. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇതാണ് സ്മോൾ ലെറ്റർ എൽ. മാജിക് പെൻസിലിനോടൊത്ത് ലെറ്റർ എൽ എഴുതാൻ പഠിച്ചപ്പോൾ സമയം പോലും അറിഞ്ഞില്ല. വരൂ ഫ്രണ്ട്സ്, ഗെയിമിന് സമയമായി, നമുക്ക് പോകാം. കൂട്ടുകാരെ, ആ വരുന്നത് കാട്ടിലെ രാജാവായ നമ്മുടെ സിംഹച്ചാരാണ്. നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇവൻ എങ്ങോട്ടാണെന്ന്. സിംഹച്ചാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല മനസ്സുള്ള നമ്മുടെ സിംഹച്ചാര് കാട്ടിലെ മൃഗങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയാണ്. അവൻ എന്തോ അന്വേഷിക്കുന്നുണ്ടല്ലോ. പാവം, ക്ഷീണിച്ചു, ഒന്ന് വിശ്രമിക്കുവാനുള്ള സ്ഥലം അന്വേഷിക്കുകയാണ്. ലെമൺ ട്രീയുടെ ചുവട്ടിൽ വിശ്രമിക്കാം. ലെമൺ ട്രീയിൽ ആരോ ഇരിപ്പുണ്ടല്ലോ. ഇത് നമ്മുടെ കാട്ടിലെ കുസൃതിക്കാരനായ പല്ലിക്കുട്ടനാണല്ലോ. ഇവനെന്തോ കുസൃതി ഒപ്പിക്കുകയാണ്. എടാ, നീ ആണല്ലേ എന്റെ ഉറക്കം കളഞ്ഞത്. തൽക്കാലം നീ ഈ കൂട്ടിൽ കിടക്ക്, നിന്റെ കുസൃതി മാറുമ്പോൾ തുറന്നു വിടാം എന്ന് പറഞ്ഞ് സിംഹച്ചാര് നമ്മുടെ പല്ലിക്കുട്ടനെ കൂട്ടിലിട്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. ഉറങ്ങെണ്ണീറ്റ സിംഹച്ചാര് പല്ലിക്കുട്ടനെ തുറന്നു വിട്ടു. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഈ കഥയിൽ ലെറ്റർ എല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തൊക്കെ നിങ്ങൾ കണ്ടു? ലയൺ, ലെമൺ, ലിസാർഡ്, ലോക്ക്. ഒന്നുകൂടി പറയൂ ഫ്രണ്ട്സ്. ലയൺ, ലെമൺ, ലിസാർഡ്, ലോക്ക്. ബൈ ബൈ ഫ്രണ്ട്സ്.